ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 26. നമ്മളിന്ന് അധ്യായം 3 അധ്യായം 3 എന്ന് പറയുമ്പോൾ ഇന്ദ്രപർവ്വത്തിലെ ഇന്ദ്രനെ പറ്റിയുള്ളത് അല്ലേ, രണ്ടാമത്തെ ഖണ്ഡമാണ്. ഇതിലെല്ലാം ഇന്ദ്രനെ പറ്റി തന്നെയാണ് പറയുന്നത്. നമ്മൾ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. സിസ്റ്റത്തിനകത്ത് അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ഫങ്ഷനാണ്. നമ്മളൊരു സിസ്റ്റത്തിന് ഇൻപുട്ടാണ് കൊടുക്കുക, ആ സിസ്റ്റത്തിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും. ഉദാഹരണമായിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ഇപ്പോൾ 3 × 2 എന്നത് ഒരു കാൽക്കുലേറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ ആ കാൽക്കുലേറ്റർ ഒരു സിസ്റ്റമാണ്. അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 3 + 2 ആണ്. ആ 3, 2 + എല്ലാം ആ സിസ്റ്റം എടുത്തിട്ട് സിസ്റ്റം നമുക്ക് അതിന് ഉത്തരം തരും 5. അപ്പോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ കാൽക്കുലേഷനെല്ലാം ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. ഏത് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തിയുണ്ട്. ശക്തി ആവശ്യമാണ്. കാരണം ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ 3 + 2 കൂട്ടിയിട്ട് 5 എന്ന്, അല്ല കാൽക്കുലേറ്ററിൽ 3 + 2 കൂട്ടി 5 എന്ന് പറയുമെങ്കിൽ അതൊരു സയൻസ് തത്വമാണ്. കാൽക്കുലേറ്റർ കൂട്ടാനുള്ള കഴിവുണ്ട്. ഏത് നമ്പർ കൊടുത്താലും കൂട്ടിയിട്ട് തരും. പക്ഷേ അതൊരു സയൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് അത് കൂട്ടിത്തരുമൊന്നുമില്ല. അത് കൂട്ടിത്തരണ്ടിക്കാൻ 3 2 നമ്മൾ അതിൻ്റെ അകത്ത് അടിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ ഒന്നും ഇടപെടാതെ കാൽക്കുലേറ്റർ അവിടെ നിൽക്കുകയാണ്. 3 കൂട്ടണം 2 കൂട്ടണ്ടെങ്കിൽ നമ്മളത് ഇൻപുട്ട് കൊടുത്താൽ അതിനെ ഏകോപിപ്പിച്ചാലേ അത് കൂട്ടിത്തരുള്ളൂ. എന്ത് ചെയ്യണ്ടെങ്കിലും നമ്മൾ ഏകോപിപ്പിക്കുന്നത് പോലെ തന്നെ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. പക്ഷേ ആ ഇന്ദ്രൻ എവിടെ നിന്നാണ് വരുന്നതെന്നല്ല ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു സയൻസ് ഉണ്ട്. ആ സയൻസിൽ നിന്നുള്ളൊരു പ്രേരക ശക്തിയാണ് അതിനെയെല്ലാം ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പ്രേരക ശക്തി ഉണ്ടാകുന്നുണ്ട്. ആ പ്രേരക ശക്തിയാണ് ഇപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ കൂടിച്ചേർന്നാലും വെള്ളം ഉണ്ടാകുമെങ്കിൽ അത് സയൻസാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രേരക ശക്തി ഉണ്ട്. നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ കൊടുക്കുകയും ചെയ്യുള്ളൂ. അതിൻ്റെ അകത്തെന്താണ് നടക്കുന്നത്? ഹൈഡ്രജനെ പൊട്ടിക്കുന്നു, 2 ആക്കുന്നു, ഓക്സിജനെ പൊട്ടിക്കുന്നു, 2 ആക്കുന്നു. എന്നിട്ട് അവയെ തമ്മിൽ ഒരു പ്രത്യേക റേഷ്യോയിൽ യോജിപ്പിച്ചിട്ട് ജലമാക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം ഏകോപിപ്പിക്കാനുള്ള ഒരു ശക്തി വിശേഷം അവിടെ സയൻസിൽ നിന്ന് തന്നെ ഒരു പ്രേരക ശക്തി വരുന്നുണ്ട്. അതാണ് ഇന്ദ്രൻ. ഇനി നമുക്ക് 243 മന്ത്രം നോക്കാം. ഏതൊരു യജ്ഞകർത്താവിൽ നിന്നാണോ, അപ്പം യജ്ഞം ചെയ്യുന്നവർ ഇന്ദ്രൻ എന്നൊരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കും. ശുദ്ധിയോഗ്യനായിരിക്കണം, ഔന്നത്യം തികഞ്ഞവരായിരിക്കണം. അവരെന്ത് ചെയ്യുന്നു? ഇന്ദ്രനെ സ്തുതിക്കണം. അപ്പൊ സ്തുതി എന്ന് പറഞ്ഞാൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വേദസ്തുതികൾ, മന്ത്രങ്ങൾ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വേണം ആര് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ. എന്ത് കർമ്മം ചെയ്യേണ്ടത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. ഇപ്പോൾ കല്ല് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ചുട്ടി എടുത്ത് അതിന് വേണ്ട ശക്തിയിൽ അടിച്ചാൽ വേണ്ട ശക്തിയിൽ അടിക്കണം. അത് സയൻസാണ്. നീ ഇരുമ്പ് പൊട്ടാൻ വേണ്ടിയിട്ട് ഒരു ചുട്ടിയിലെടുത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാൻ പോകുന്നില്ല. അതും സയൻസാണ്. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ അവിടെ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇന്ദ്രൻ എന്ന പ്രേരക ശക്തി അതിനനുസരിച്ച് അതിനെ പൊട്ടിക്കുകയോ എന്തോ വേണ്ടിക്കൽ ചെയ്യും. അപ്പോൾ ഇന്ദ്രൻ എന്താണ് ചെയ്യുന്നത്? ആ ഇന്ദ്രനെ നമ്മൾ അങ്ങനെ സമീപിക്കുമ്പോൾ, ഇപ്പോൾ ഒരു കല്ല് പൊട്ടിക്കാനാണ് ഇന്ദ്രനെ സമീപിക്കുന്നു എന്ന് വെച്ചോളൂ. സ്തുതികളിൽ ഒരു കല്ല് പൊട്ടിക്കണ്ടെങ്കിൽ ഒരു ചുറ്റിയിലെടുത്തിട്ട് അടിക്കണം. ഇത്ര ശക്തിയിൽ അടിക്കണമെന്നുണ്ട്. അതാണ് സയൻസ്. ആ ശക്തിയിൽ അടിക്കുമ്പോൾ കല്ലതിനെ എതിർക്കുന്നുണ്ട്. കാരണം ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ത് നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു എതിര് പ്രവൃത്തിയുണ്ട്.
അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് വേണം ഇന്ദ്രനെ പൊട്ടിക്കാൻ. അതുകൊണ്ടാണ് കല്ല് അടിക്കേണ്ട ശക്തിയിൽ അടിച്ചാലേ കല്ല് പൊട്ടുള്ളൂ. അതിൽ കുറച്ച് കുറഞ്ഞു പോയാൽ ആ കല്ല് പിടിച്ചു നിൽക്കും. അതിൻ്റെ അകത്തുള്ള എതിർപ്പ് ഇന്ദ്രനെ തോൽപ്പിച്ച് കളയും. പക്ഷേ അതിലും ശക്തിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? ആ എതിർപ്പിനെ തോൽപ്പിച്ചിട്ട് കല്ലിനെ വേർപെടുത്തും, ആറ്റങ്ങളെ വേർപെടുത്തും. അതുകൊണ്ടാണ് ഇന്ദ്രനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇവിടെ എന്ത് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സ്തുതികളിലൂടെ സമീപിച്ചാൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപിച്ചാൽ ഇന്ദ്രനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. അത് നമ്മളുടെ ദുഃഖങ്ങളെയും ശോകങ്ങളെയും എല്ലാം ഇല്ലാതാക്കി തരും. ദുഃഖങ്ങളെ ശോകങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മളെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കും. നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും, താമസിക്കാൻ വീടില്ല, അതുകൊണ്ടായിരിക്കും വീട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കല്ലിനെ പൊട്ടിച്ചിട്ടല്ലേ യോജിക്കാൻ പറ്റും, പൊട്ടിച്ചും പൊട്ടിക്കാതെയല്ലേ യോജിക്കാൻ പറ്റും. യോജിപ്പിച്ചിട്ടല്ലേ വീടുണ്ടാക്കാൻ പറ്റും. കല്ല് വെക്കണം, ചിലത് പൊട്ടിച്ചതിൻ്റെ ഇടക്ക് വെക്കണം. ഈ പൊട്ടിക്കുമ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കുന്നു, ഇന്ദ്രൻ അതിനെ പൊട്ടിക്കുന്നു. അപ്പോൾ അതിലൂടെ നമ്മളുടെ ആഗ്രഹങ്ങൾ, ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരുവാൻ, നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഇന്ദ്രൻ ശരിയാക്കി തരും. വിശക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ ശരിയാക്കി തരും. എന്ത് ചെയ്താൽ മതി? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ട വസ്തുക്കൾ പാത്രത്തിലിട്ട് ചൂട് കൊടുത്താൽ മതി, ഇന്ദ്രൻ അതിനെ ഭക്ഷണമാക്കിയിട്ട് തരും. ഇനി 244. ഈ ഇന്ദ്രൻ യോജിപ്പിക്കാനുള്ള സാധനമൊന്നും ഇല്ലാതെ തന്നെ കഴുത്തിൽ നിന്ന് രക്തം വരുന്നതിനെക്കാട്ടി മുമ്പിൽ അതിനെ യോജിപ്പിക്കുമെന്ന് പറയുകയാണ്. ഇന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ്? യഥാർത്ഥത്തിൽ പൊട്ടിക്കലും യോജിപ്പിക്കലുമാണ്. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ 2 പ്രവൃത്തികളാണുള്ളത്. ഒന്ന് പൊട്ടിക്കുക, 2 യോജിപ്പിക്കുക. ഇപ്പം ചോറുണ്ടാക്കുമ്പോൾ ആ അരിയുടെ അകത്ത് ചില പൊട്ടിക്കലെല്ലാം നടത്തി അതിൽ വെള്ളവും ചേർത്തുകൊണ്ട് ഒരു രാസപ്രവർത്തനം നടത്തി വേറൊരു തരത്തിൽ യോജിപ്പിച്ചിട്ടാണ് അത് വളരെ പദമുള്ള ചോറായി മാറുന്നത്. നമ്മളൊരു മേശ തടിയിൽ നിന്നുണ്ടാക്കേണ്ടിക്ക് തടിയെ പൊട്ടിച്ച് പല കഷ്ണങ്ങളാക്കി പിന്നെ ചേർത്തുകൊണ്ടാണ് മേശ ഉണ്ടാക്കുന്നത്. ഹൈഡ്രജനെയും ഓക്സിജനെയും കൂട്ടിച്ചേർത്തിന് വെള്ളം ഉണ്ടാക്കേണ്ടിക്ക് 2 ഹൈഡ്രജനെ പൊട്ടിച്ച് മാറ്റണം, ഓക്സിജനെ പൊട്ടിച്ച് മാറ്റണം. എന്നിട്ട് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും എടുത്തിട്ട് പ്രത്യേക തരത്തിൽ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഈ കൂട്ടിച്ചേർക്കുന്ന പ്രവൃത്തിയും പൊട്ടിക്കുന്ന പ്രവൃത്തിയും എല്ലാം ഇല്ലാതെ ചെയ്യുന്ന ശക്തിക്കാണ് എന്ത് പറയുന്നത്? ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇന്ദ്രൻ്റെ കൈമല് ഒന്നുമില്ലാതെ തന്നെ ഇന്ദ്രൻ എന്ത് ചെയ്യും? അതിനെ യോജിപ്പിച്ച് തരും. പക്ഷേ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്താൽ മതി. നമ്മൾ 2 കല്ല് വെച്ചിട്ട് സിമെൻറ്റും മണലും മറ്റേ വെള്ളവും എല്ലാം കുഴച്ചിട്ട് അതിൻ്റെ അടുത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നാകുമ്പോഴേക്ക് ഇന്ദ്രൻ അതിൻ്റെ അകത്ത് കയറിയിട്ട് അതിൽ ചില രാസപ്രവർത്തനങ്ങൾ, മാറ്റങ്ങളെല്ലാം വെച്ച് അവിടെ എല്ലാം ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിലെല്ലാം പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അതെന്നിട്ട് എന്ത് ചെയ്യും? 2 കല്ലുകളെ യോജിപ്പിച്ച് നമുക്ക് തരും. അപ്പോൾ യോജിപ്പിക്കുന്ന പ്രവൃത്തി, അതിന് വേറെ ആയുധങ്ങളൊന്നും വേണ്ട. ഈ കൊടുക്കുന്ന വസ്തു തന്നെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതെന്ത് ചെയ്ത് തരും? ഏകോപിപ്പിച്ചിട്ട് യോജിപ്പിച്ച് തരും. ആ എല്ലാം തികഞ്ഞ ഇന്ദ്രനാണ് വേർപെട്ടു പോയവരെ സമാഗമത്തിൽ എത്തിക്കുന്നത്. വേർപെട്ടതിനെ കൂട്ടിച്ചേർക്കുന്നത് ആ ഇന്ദ്രനാണ്. നമ്മൾ സാമ്പാറാക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? വെണ്ടയ്ക്ക, കിഴങ്ങ്, വെള്ളം, പരിപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ അതിലുള്ള എല്ലാ നീരുകളെല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്ത് കൂട്ടിച്ചേർത്ത് വേറൊരു കുഴമ്പ് പരുവത്തിലുള്ള ഒരു സാധനം ഉണ്ടാക്കി തരികയല്ലേ ചെയ്യുന്നത്. അതെല്ലാം പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലും എല്ലാം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിൻ്റെ സഹായമില്ലാതെ അത് കൂട്ടിച്ചേർത്തോളും. പക്ഷെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമ്മൾ വേണ്ട സാധനങ്ങൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുത്താൽ മതി. ഇനി 245. അപ്പോൾ ഇന്ദ്രന് നേരത്തെ പറഞ്ഞു കൂട്ടിച്ചേർക്കാനുള്ള കഴിവുണ്ടെന്ന്. അപ്പം കൂട്ടിച്ചേർക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് രോമങ്ങളായിട്ടാണ്. നമ്മൾ
ഇന്ദ്രന് രോമങ്ങളുണ്ട് എന്ന് പറയുകയാണ്. പലതിനെയും ബന്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. വജ്രായുധമുണ്ട് എന്ന് പറഞ്ഞാൽ മുറിക്കാനുള്ള കഴിവുണ്ട്. രോമങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീണ്ട രോമങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവയെ യോജിപ്പിക്കാനുള്ള കഴിവെല്ലാം ഉണ്ട്. അപ്പം പൊട്ടിക്കലും യോജിപ്പിക്കലുമാണ് ഇന്ദ്രൻ്റെ പണി. അതിനുവേണ്ടി എന്ന് വേണം, നല്ല ശക്തിയുള്ള ബലം വേണം. അതിന് ബലം വേണം. അപ്പം കുതിര കെട്ടിയ വണ്ടിയും ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലെന്താ വരുന്നത്? അല്ലയോ ഇന്ദ്ര, നീ സോമപാനം ചെയ്യുവാനായിട്ട് നമ്മൾ തന്ന വസ്തുക്കളെ വന്ന് എടുക്കാൻ വേണ്ടി സിസ്റ്റം അബ്സോർബ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെല്ലാം സിസ്റ്റം എടുത്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് തരും. ആ സിസ്റ്റം എടുക്കുന്നതിന് പകരമാണ് ഇന്ദ്രൻ പാനം ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങേക്ക് സോമം പാനം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നു. നീ എങ്ങനെ വരണം? അനേകം കുതിരകളെ കെട്ടിയ രഥത്തിൽ. അപ്പോൾ അത്രയും ബലത്തോടു കൂടി, കുതിര എന്ന് പറഞ്ഞാൽ ബലമായിട്ട് എടുക്കണം. വേദത്തിൽ കുതിര എന്ന് പറയുമ്പോൾ ഹോഴ്സ് പവർ എന്നെല്ലാം പറയുന്ന കുതിര ശക്തിയാണ്, ബലമായിട്ട് വരണം. അപ്പോൾ അനേക കുതിരകളിൽ കെട്ടിയ രഥത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ശക്തിയായിട്ട് വരണം. എങ്ങനെ? രോമങ്ങളുള്ള രഥത്തിൽ. രോമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം പലതും കൂട്ടിച്ചേർക്കിയെല്ലാം വേണം. അതിനുകൊണ്ടാണ് രോമങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ രത്നത്തിൽ വരിക. അപ്പം വേഗതയുള്ള രഥത്തിൽ നല്ല ബലത്തോടുകൂടി, അതിനാണ് കുറേ കുതിരകൾ കെട്ടിയ രഥത്തിൽ രോമങ്ങളെല്ലായിട്ട്, അതായത് പലതിനെയും യോജിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മളെ യജ്ഞത്തിലേക്ക് സോമം പാനം ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത്, ഇൻപുട്സ്. ആ ഇൻപുട്സിനെ തന്നെ ഇപ്പം എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് കാൽക്കുലേറ്റർ നമ്മൾ 3ഉം 2ഉം എത്രയാണെന്ന് ചോദിച്ചാൽ 3നെയും 2നെയും കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്, കൂട്ടുകയാണ് ചെയ്യുന്നത്, പ്ലസ്. അവ കൂടിച്ചേർത്തിട്ടാണ് അഞ്ചാക്കുന്നത്. അപ്പം കൂട്ടിച്ചേർക്കാൻ രോമ എല്ലാം വേണമല്ലോ. അതുകൊണ്ട് ഇന്ദ്രൻ അതിന് ശക്തിയും വേണം. അപ്പം ശക്തിയെല്ലാമായിട്ട് അനേകം കുതിരകളായിട്ട് രഥത്തിൽ രോമങ്ങളോടുകൂടിയാണ് ഇന്ദ്രൻ വരുന്നത്. നമ്മുടെ സോമം നമ്മൾ കൊടുത്ത വസ്തുവിനെ പാനം ചെയ്യുക. ഇനി 246. മനോഹരമായ സന്തോഷം നൽകുന്നതുമായ മയൂരത്തിന് സമാനമായ, മയൂരം എന്ന് പറഞ്ഞാൽ മയിലിന് ബീലിക്ക് സമാനമായ എന്ന നിലയിലെടുക്കാം. ഈ കുതിരകൾക്ക് കുറേ രോമമുണ്ട്. ഇന്ദ്രൻ്റെ കുതിരകൾക്ക് കുറേ രോമമുണ്ട് എന്ന് പറയുകയാണ്. കുതിര എന്ന് പറഞ്ഞത് എന്താണ്? ബലമാണ്. അപ്പോൾ ഇവിടെയാണ് ശരിയായ ഫിസിക്സ് രൂപത്തിൽ കുതിരയെ അവതരിപ്പിക്കുന്നത്. അത് ബലമാണ്. ബലത്തിനെന്തുണ്ട്? കുറേ രോമങ്ങൾ. കുതിരക്ക് രോമമുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ബലങ്ങളായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഒരു ബലത്തെ നമുക്ക് എത്രയോ ബലങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എത്രയോ ബലങ്ങളെ ചേർത്തിട്ട് ഒന്നാക്കി മാറ്റാം. ഉദാഹരണമായിട്ട് നമ്മളൊരു കാറിൻ്റെ ഒരു 10 കുട്ടികൾ ഒരു കയറ് കെട്ടിയിട്ട് 10 കുട്ടികൾ വലിക്കുകയാണെന്ന് വെച്ചോ. ഓരോ കുട്ടിയും പ്രയോഗിക്കുന്ന ബലം 1 എന്ന് വെച്ചോളൂ. അപ്പം 10 കുട്ടികൾ വലിക്കുന്ന ബലം എത്രയാണ്? 10 കുട്ടികളാകുമ്പോൾ 10 ബലത്തിലാണ് വലിക്കുന്നത്. അപ്പോൾ ആ 10 കുട്ടികൾക്ക് പകരം നമുക്ക് 10 ബലമുള്ള ഒരാൾ വലിച്ചാൽ സംഗതി 1 തന്നെയാണ്. 10 കുട്ടികളുടെ ബലത്തെ ഓരോ കുട്ടിക്കും 1 ബലം, അങ്ങനെ 10 കുട്ടികൾക്ക് 10 ബലം. അപ്പോൾ ആ 10 കുട്ടികളെയും 10 ബലമുള്ള ഒരാൾ വലിച്ചാൽ മതി. അതിനെ കൊണ്ട് അതിനാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അനേക ബലങ്ങളെ, പലതരത്തിലുള്ള ബലങ്ങളെ നമുക്ക് ഒന്നാക്കി തീർക്കാം. വേണമെങ്കിൽ 1നെ 10 തീർക്കാം. അതായത് 10 ബലമുള്ള ഒരാൾ വലിക്കുന്നതിന് പകരം 1 ബലമുള്ള ഒരു 10 കുട്ടികൾ വലിച്ചാൽ സംഗതി നടക്കും. ഇതാണ് ഫിസിക്സിലെ, എൻജിനീയറിങ്ങിലെ റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്നെല്ലാം പറയുന്നത്. ഫോഴ്സുകളെ പലതായിട്ട് നമുക്ക്, ഒരു ബലം തന്നെ പല ബലങ്ങൾ കൂടിയതാണ്, പല ദിശകളിലുള്ള ബലങ്ങളായിട്ട് മാറ്റാം. അതാണ് കുതിരകൾക്ക് രോമമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മനോഹരവും സന്തോഷം നൽകുന്നതുമായ മയൂരത്തിന്, അതായത് മയിൽപീലിക്ക് സമാനമായ രോമമുള്ള കുതിരകൾ ചേർത്ത് അങ്ങ് വരിക. അപ്പം അങ്ങ് ബലവുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു കല്ല് പൊട്ടിക്കണ്ടിക്കും ബലമായിട്ടാണ് വരേണ്ടത്. ആ ബലം നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ്. എല്ലാം നമ്മൾ തന്നെയാണ് ഇൻപുട്ട്. അതിൽ നിന്നാണ് ആ കുതിരയും
ഇന്ദ്രനും എല്ലാം അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ നിന്നാണ്, തത്വത്തിൽ നിന്നാണ്, എനർജിയിൽ നിന്നാണ് ഈ ഇന്ദ്രനും ഡെവലപ്പായി വരുന്നത്, ആ ബലവും. പക്ഷേ ആ ബലത്തിന് എന്തുണ്ട്? അനേക രോമങ്ങളുണ്ട്. അതായത് അതിനെ പല ദശയിലുള്ള ബലങ്ങളായിട്ട് നമുക്ക് മാറ്റിയെടുക്കും. ഇതെല്ലാം കുറച്ച് ഫിസിക്സിലേക്ക് പോവുകയാണ്. ആരെങ്കിലും ഇതിനെതിരായിട്ട് ഇത് ഇവിടെ വരികയാണെങ്കിൽ അതിനെ തടഞ്ഞാലും, അതിനെ എതിർത്തിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ, അപ്പം ഇന്ദ്രനൊരു കർമ്മം ചെയ്യാൻ വേണ്ടി ബലവുമായിട്ട്, കുതിരയുമായിട്ട്, പല ദിശയിലേക്ക് പ്രയോഗിക്കുന്ന ബലവുമായിട്ട് വരുമ്പോൾ ഇന്ദ്രനോട് പറയുകയാണ്, ആരെങ്കിലും എതിർക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനെ നീ തടഞ്ഞാലും. അപ്പം ഈ ബലങ്ങൾ വേറെ വല്ല എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പുകളെ തടഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ കാര്യം സാധിപ്പിച്ചെടുക്കാൻ. കയ്യിൽ കയറുള്ള വേടൻ പക്ഷികളെ തടഞ്ഞു പിടിക്കുന്നത് പോലെ, കയറ് വെച്ചിട്ട് പക്ഷികളെ പിടിക്കുന്നത് പോലെ അങ്ങയെ ആരും തടയാതിരിക്കട്ടെ. അപ്പം അങ്ങ് ബലമുള്ള കുതിരകളോട് സഹിതം, ആ കുതിരകളുടെ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? രോമങ്ങളുള്ളതാണ്. പല ദിശയിലേക്ക് പ്രയോഗിക്കാൻ കഴിവുള്ള ബലങ്ങളാണ്. ആ ബലത്തെ നമുക്ക് പല ദിശയിലേക്ക് പ്രയോഗിക്കാം. കാരണം അതിനെ റിസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സിനെ തന്നെ പല ദിശയിലേക്ക് നമ്മൾ വിഘടിച്ചെടുക്കാം. പല ദിശയിലുള്ള ഫോഴ്സിനെ ഒന്നായിട്ട് മാറ്റാം. അപ്പോൾ ഇന്ദ്രൻ്റെ കുതിരകൾക്ക് പല ദിശയിൽ ബലങ്ങൾ പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്. ഏത് ദിശയിൽ നിന്ന് ശത്രു വരികയാണെങ്കിലും ആ ശത്രുവിൻ്റെ ബലങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് അതോട് പറയുകയാണ്, നിൻ്റെ ബലത്തെ ആരും തടുത്തു കളയരുത്. കാരണം ഇന്ദ്രൻ നമ്മളെ സഹായിക്കാനാണ് വരുന്നത്. എങ്കിൽ മാത്രമേ ഇന്ദ്രൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളെ സോമത്തെ, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. ഇനി 247. മഹത്വം തികഞ്ഞവനാണ് ഇന്ദ്രൻ, വിശിഷ്ടനാണ് ഇന്ദ്രൻ, സ്തുതി അർപ്പിക്കുന്ന മനുഷ്യരെ പ്രശംസിക്കും. അപ്പോൾ നമ്മൾ സ്തുതികളോടുകൂടി ഇന്ദ്രനെ സമീപിച്ചാൽ ഇന്ദ്രൻ നമ്മളെ പ്രശംസിക്കുക. കൊള്ളാം, നിന്റെ തന്ത്രം കൊള്ളാം എന്ന് പറയും. ഏതുപോലെ? നമ്മളിപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അരിയും വെള്ളവും ഇട്ടിട്ട് മൂടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ പറയും, കൊള്ളാം, ഞാൻ ചോറാക്കിത്തരാം എന്ന് പറഞ്ഞ് ആക്കിത്തരും. എന്നാൽ അതേസമയം തന്നെ പിറ്റേത്തെ ദിവസം വരുമ്പോൾ നമ്മൾ ഒരു പ്രഷർ കുക്കറിലിട്ടിട്ട് അരിയും വെള്ളവും ഇട്ടിട്ട് നല്ല പ്രഷർ കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞ് ഇന്ദ്രൻ ഭയങ്കര, നിൻ്റെ ബുദ്ധി കൊള്ളാമല്ലോ, നിൻ്റെ സൗകര്യ സെറ്റപ്പ് കൊള്ളാം, ഇത് ഏറ്റവും എനിക്ക് വളരെ എളുപ്പമായി, ഞാൻ സന്തോഷവാനാണ്, കാരണം എനിക്കധികം അധ്വാനിക്കണ്ട, പെട്ടെന്ന് ചോറാക്കാൻ പറ്റും. അപ്പം മഹത്വം തികഞ്ഞനും വിശിഷ്ടനുമായ ഇന്ദ്രൻ സ്തുതി അർപ്പിക്കുന്ന നമ്മളെ എന്തു ചെയ്യും? പ്രശംസിക്കും. നമ്മൾ സ്തുതികളിലൂടെ ഇന്ദ്രൻ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിച്ചാൽ ഇന്ദ്രൻ ചെയ്യുള്ളൂ. പക്ഷേ നല്ല നല്ല ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ സമീപിക്കുമ്പോൾ ഇന്ദ്രൻ പറയും, ആ വളരെ നല്ല പരിപാടി, എളുപ്പമായി, എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു പഴയ ഉള്ളിയെടുത്തിട്ട് മരത്തെ അടിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ എത്ര പാടില്ല അതിനൊന്ന് ആ മരത്തെ പൊട്ടിച്ചെടുക്കാൻ, അതിൻ്റെ അകത്ത് ചെന്ന് അതിനുള്ള ബലമില്ലെങ്കിൽ ഇന്ദ്രൻ പാടുകയുള്ളൂ. പക്ഷെ നല്ല മൂർച്ചയുള്ളൊരു ഉളി കൊണ്ടടിച്ചാലോ ഇന്ദ്രൻ വരെ കൊള്ളാം, ഇത് നല്ല സൗകര്യമുണ്ട്, എനിക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അല്ലയോ ഇന്ദ്ര, മറ്റാരും തന്നെ ഇത്ര സുഖമുള്ള സൂക്തം നിനക്ക് തരില്ല എന്ന്. കാരണം എല്ലായിടത്തും പോയിട്ട് കർമ്മം ചെയ്യുന്നത് ഇന്ദ്രൻ തന്നെയാണ്. നമ്മളെ വീട്ടിൽ ചോറുണ്ടാക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ്, അപ്പുറത്തെ വീട്ടിൽ ചോറുണ്ടാക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ്. പക്ഷേ അപ്പുറത്തെ വീട്ടിലെ കലത്തിൽ വെള്ളവും വെച്ചിട്ട് ചൂടാക്കിയാണ്, നമ്മൾ നല്ല സ്റ്റീൽ പാത്രത്തിൽ പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, ഇന്ദ്ര, എനിക്ക് അവിടെ പോയ വലിയ പാടാണ്, കുറേ നേരം ഇരുന്ന്, പക്ഷെ ഞാൻ നല്ല സുഖത്തിലാണ് വന്നിരിക്കുന്നത്. അതുമാതിരിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും സൗകര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പ്രശംസിക്കുന്നത്. അങ്ങനെ പ്രശംസിക്കുമ്പോൾ ഈ ഇന്ദ്രനോട് പറയുകയാണ്, ഇന്ദ്ര, അങ്ങല്ലാതെ മറ്റൊരാളും തന്നെ സുഖം നൽകുന്നവരായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾക്ക് സുഖം നൽകുന്നത് നീ മാത്രമാണ്.
അപ്പോൾ നമ്മൾ സ്തോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിക്കുക, ഇന്ദ്രൻ നമ്മളെ പ്രശംസിക്കും. അതേസമയം നമ്മൾ ഇന്ദ്രനെയും പ്രശംസിക്കുകയാണ്, അങ്ങല്ലാതെ മറ്റാരും തന്നെ നമുക്ക് സുഖം നൽകുന്നില്ല. അപ്പം ഇന്ദ്രനെ നമ്മൾ തൃപ്തിപ്പെടുത്തണം, നല്ല ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. എന്നിട്ട് അതേ നമ്മൾ തന്നെ ഇന്ദ്രനോട് പറയുകയാണ്, നമ്മളെ സഹായിക്കാൻ നീയല്ലാതെ വേറെ തന്നെ നമ്മൾ കാണുന്നില്ല. അപ്പം ഇന്ദ്രനും പ്രശംസ അർഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് വേണ്ടി സ്തുതി അർപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ നിനക്ക് സ്തുതി അർപ്പിക്കുന്നു. അല്ലാതെ വേറെ ആരോട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ ആരടുത്തും ചെന്നിട്ട് കാര്യമൊന്നുമില്ല. ആ കാര്യം ചെയ്യേണ്ടിക്കൽ അതിൻ്റെ അകത്ത് ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, അത് ഇന്ദ്രനാണ്. അതുകൊണ്ട് ആ ഇന്ദ്രന് നമ്മൾ സ്തുതി അർപ്പിക്കുന്നു. ഇനി 248. ഇന്ദ്രൻ ബലത്തെ സംരക്ഷിക്കുന്നവനാണ്. നമ്മുടെ ബലമെല്ലാം ആരുടേതിലാണ് സംരക്ഷണയിലാണ് നിൽക്കുന്നത്? ഇന്ദ്രൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബലം എന്ന് പറയുന്നതും ഇന്ദ്രൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്. നമ്മുടെ ശക്തി ഇപ്പോൾ ഇനി ശാരീരികമായ നമ്മളെ ശക്തിയെ പറ്റി ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ശക്തി ആരിലാണ് നിൽക്കുന്നത്? ഇന്ദ്രനിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളെ ഊർജമാക്കി മാറ്റിയിട്ട് നമ്മളെ മസിലിനെ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ. അപ്പം നമ്മളെ ബലം സംരക്ഷിക്കുന്നവരും, അതുകൊണ്ട് തന്നെ നിന്നെയാണ് നമ്മളെപ്പോഴും പൂജിക്കുന്നത്. എപ്പോഴും പൂജിക്കാൻ അർഹനായിരിക്കുന്നത് നീ മാത്രമാണ്. പൂജ അർഹിക്കുന്നവർ നീ മാത്രമാണ്. പൂജ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വെറുതെ ഒരു ഇന്ദ്രൻ്റെ പടം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കൊടുക്കലല്ല. അദ്ദേഹത്തിന് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ കൃത്യമായ അളവിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് കൊടുക്കുക. അപ്പോഴത് സംതൃപ്തിയാണ്. അതാണ് പൂജ. പൂജ കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താനാണ് നോക്കേണ്ടത് ഇന്ദ്രൻ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തുക? നല്ല ചോറുണ്ടാക്കണ്ടെങ്കിൽ നല്ല അരി കഴുകിയിട്ട് നല്ലോണം വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളത്തിൽ നല്ല പാത്രത്തിലിട്ട് അതിനുള്ള പ്രഷറെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ ഹാപ്പിയായാണ് ഇന്ദ്രനുള്ള പൂജ. അപ്പോൾ എന്ത് ചെയ്യും? സോമത്തെ ഉൾക്കൊള്ളുന്ന അങ്ങ് കീർത്തി തികഞ്ഞവനാകുന്നു. അങ്ങനെ നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ അത് സോമത്തെ ഉൾക്കൊള്ളും. നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ അത് ഉൾക്കൊണ്ടിട്ട് നമുക്കെന്ത് ചെയ്യും? ഔട്ട്പുട്ട് തരും. അങ്ങനെയാണ് ആ ഇന്ദ്രൻ്റെ കീർത്തി കൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ അത് ശരിയാക്കി തരുന്നത്. ഉദാഹരണമായിട്ട് കാൽക്കുലേറ്റർ 2-3 കൂട്ടാൻ നമ്മൾ കാൽക്കുലേറ്ററോട് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സിസ്റ്റം അതിനെ കൂട്ടിയിട്ട് നമുക്ക് തരും. ആ 2-3 എടുത്തിട്ട് സിസ്റ്റം നമുക്ക് 5 തരും. ആ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള പ്രേരിപ്പിക്കുന്ന ശക്തിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രൻ 2 തരും. അത് ഇന്ദ്രൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. ഇന്ദ്രനാണല്ലോ ഇത് ചെയ്തിട്ട് പുതിയ നല്ല നല്ല വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ്റെ കീർത്തിയും വർദ്ധിക്കും. ആരും പ്രേരിപ്പിക്കാതെ തന്നെ നമ്മളതിന് ഇന്ദ്രനെ പ്രേരിപ്പിക്കൊന്നും വേണ്ട. ഇന്ദ്രനെ വന്നിട്ട് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ചുക്കും ചെയ്യേണ്ട. പുറത്ത് ഫോട്ടോ വെച്ചിട്ട് ചോറ് വെക്കുമ്പോൾ ആ ഇന്ദ്രൻ ചോറ് ശരിയാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഇന്ദ്രൻ്റെ പടവും വെച്ചിട്ട് പൂജ അർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരും പ്രേരിപ്പിക്കാതെ തന്നെ ഇന്ദ്രൻ അറിയാം. നമ്മൾ കൊടുക്കുന്ന വർക്കുകളെ പൂർത്തീകരിക്കാൻ ഇന്ദ്രന് അറിയാം. അതൈവ ശക്തിമാനുള്ളവനാണ് അവന് വളരെ നല്ല ശക്തിയുണ്ട്. അവൻ എന്ത് ചെയ്യും? അനേകം രാക്ഷസരെ വധിക്കുന്നു. രാക്ഷസരെന്ന് പറയുമ്പോൾ എതിർക്കുന്നവര്. അപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ എന്തുണ്ടാവും? എതിർപ്പുണ്ടാവും. അത് ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം അത് ഉറപ്പാണ്. നമ്മൾ എന്ത് പുതിയൊരു സംരംഭത്തിന് ഇറങ്ങുമ്പോഴും ഒരു വസ്തുവിനെ വേറൊന്നാക്കി മാറ്റാൻ പോകുമ്പോൾ ദർ ഈസ് എ റിയാക്ഷൻ. ആ റിയാക്ഷനാണ് രാക്ഷസന്മാർ എന്ന് പറയുന്നത്. അതിനെ മറികടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ പുതിയൊരു വസ്തുവാക്കിയിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ. അതിനുള്ള കഴിവ് ആർക്കുണ്ട്? ഇന്ദ്രനുണ്ട്. അപ്പം യാഗം നടത്തുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ശത്രുവിനെ നശിപ്പിക്കാനുള്ള കഴിവ് ഇന്ദ്രനുണ്ട്. അതിന് നമ്മൾ വേറെ പ്രേരണയൊന്നും ഇന്ദ്രനോട് പറഞ്ഞിട്ട്
ഇന്ദ്രൻ്റെ കാല് പിടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്താൽ മാത്രം, കൊടുക്കേണ്ട ഇൻപുട്ടുകൾ കൊടുത്താൽ മാത്രം മതി. ഇനി 249, ദേവന്മാർക്കായി ചെയ്യുന്ന യാഗം, ദേവതകൾക്കായിട്ട് ചെയ്യുന്ന യാഗം. ദേവതകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. ഹൈഡ്രജൻ ദേവതയാണ്, അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കാര്യത്തിൽ തന്നെ പറയാം, എല്ലാവർക്കും മനസ്സിലാകുന്ന വെച്ചിട്ട് അങ്ങ് പറഞ്ഞുകൊടുക്കുക. അരി ദേവതയാണ്, വെള്ളം ദേവതയാണ്, അഗ്നി ദേവതയാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് യജ്ഞം ചെയ്യുന്നത്? ചോറുണ്ടാക്കണം. അപ്പം ചോറും എന്ത് തന്നെയാണ്? ദേവത തന്നെയാണ്. ഈ അരി, വെള്ളം, അഗ്നി എന്നീ ദേവതകളെ ചോറാക്കി, ചോറെന്ന ദേവനായിട്ട് ഉയർന്ന നിലയിലുള്ള ദേവനാക്കി മാറ്റുകയാണ്. ആ യജ്ഞത്തിൽ ദേവതകൾക്കായി ചെയ്യുന്ന യാഗത്തിന് വേണ്ടി ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുന്നു. അവകൾ ആ ഒരു കർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷമായി ഇന്ദ്രനോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ദേവതകൾക്ക് വേണ്ടിയിട്ട്, പുതിയൊരു ദേവതയെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, പുതിയൊരു പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാൻ. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണെന്ന് ആദ്യം മനസ്സിലാക്കണം. പുതിയൊരു ഉണ്ടാകുന്ന വസ്തുവും ദേവത തന്നെയാണ്. അത് ഉയർന്ന നിലയിലുള്ള ദേവതയാണ്. അതിനുവേണ്ടി ഇന്ദ്രൻ എന്ത് ചെയ്യും? ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുന്നു. യജ്ഞങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുന്നു. എന്ത് യജ്ഞം ചെയ്യണം? ആ ചോറിനെ, അരിയെയോ എല്ലാം ചോറാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുകയാണ്. അതിനെ നീ വെള്ളത്തിൻ്റെയും അഗ്നിയുടെ സഹായത്താൽ ചോറാക്കി മാറ്റുക. പോരാട്ടത്തിൻ്റെ സമയത്തും ഇന്ദ്രനെ ആഹ്വാനം ചെയ്യണം. പോരാട്ടം നടക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. അരിയും വെള്ളവും എതിർക്കും ചോറാകുന്നതിന്. ന്യൂട്ടൻ്റെ തേർഡ് ലോ, എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പിനെ മറികടന്നിട്ടാണ് അതിനെല്ലാം പൊളിച്ചിട്ട് ചോറാക്കുന്നത്. ധനലാഭത്തിന് വേണ്ടി ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുമ്പോൾ നീ വേഗം തന്നെ വന്നെടുത്തുക. നമുക്ക് ധനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതെന്തായി മാറും? പുതിയൊരു പ്രൊഡക്റ്റായിട്ട് മാറും. അതിൻ്റെ വില കൂടി വരും. 10 രൂപയുള്ള അരിയും 2 രൂപയുള്ള വെള്ളവുമാണെങ്കിൽ 12 രൂപയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. പിന്നെ അഗ്നി 1 രൂപേൻ്റെ അഗ്നി ഇൻപുട്ട്, അപ്പം 13 രൂപയാണ്. കിട്ടുന്ന അരി എത്രയായിരിക്കും? ചിലപ്പോൾ 50 രൂപേൻ്റെ ആയിരിക്കും ചോറ്, കിട്ടുന്ന ചോറ്. അപ്പോൾ എന്തായി? അതിൻ്റെ വാല്യൂ കൂടി, ധനലാഭം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഇന്ദ്രനോട് വേഗം വരാൻ പറയുകയാണ്. ഇന്ദ്രനോട് വേഗം പറയാനൊന്നും വേണ്ട, അത് വന്നോളും ചട്ടിയിൽ അല്ലേ, കലത്തിൽ. ഇതെല്ലാം സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ചോറിൻ്റെ എല്ലാം ഉദാഹരണം പറയുന്നത്. ഇത് വലിയ വലിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ, ഇപ്പോൾ പ്ലാസ്റ്റിക്, റബ്ബർ, കൃത്രിമ റബ്ബർ, ജനിതകമായ പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട വസ്തുക്കൾ വേണ്ട സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുകയും അതിലുള്ള ആ പ്രേരക ശക്തി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കൃത്രിമ റബ്ബറോ എന്തെല്ലാം മാറ്റുകയും ചെയ്യും. പക്ഷെ അതൊന്നും പറയാത്തത് സാധാരണക്കാരനൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കെമിസ്ട്രി പറഞ്ഞാലൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കേണ്ട എക്സാമ്പിളൊന്നും വച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചോറ് കയറി പിടിക്കുന്നതേ ഉള്ളൂ. ഇവരും അങ്ങനെ തന്നെ ചെറിയ ഇതിൽ പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇനി 250 നിറഞ്ഞ ധനമുള്ള അല്ലയോ ഇന്ദ്ര. നമുക്കിപ്പോൾ ധനം ഉണ്ടാക്കി തരുന്ന ആരാണ്? ഇന്ദ്രനാണ്. അരി കൊടുത്തപ്പോൾ ചോറാക്കിയിട്ട് വില കൂടിയ ചോറാക്കി മാറ്റത് ആരാണ്? ഇന്ദ്രൻ്റെ കഴിവാണ്. ആ ധനം വർദ്ധിക്കല്ല, നമ്മളല്ല. അപ്പം ധനമുള്ള അല്ലയോ ഇന്ദ്ര, എൻ്റെ സ്തുതികൾ അങ്ങയെ ഉണർത്തട്ടെ. ഞാൻ ചെയ്യുന്ന സ്തുതികളാണ് അങ്ങയെ ആക്റ്റീവാക്കി മാറ്റുന്നത്. കാരണം ഇന്ദ്രന് ചോറുണ്ടാക്കണോ സാമ്പാർ ഉണ്ടാക്കണോ എന്നൊന്നും ഇന്ദ്രൻ തീരുമാനിക്കുന്നത്. നമ്മളാണ് ഓരോ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിക്കുന്ന സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്ക് ഇന്നേ ആക്കാൻ ഇന്ദ്രനോട് പറയുന്നത്. അപ്പം നമ്മുടെ സ്തുതികളാണ് ഇന്ദ്രനെ ആക്റ്റീവായിട്ട് മാറ്റുന്നത്. അത് അഗ്നി പോലെ ജ്വലിച്ചു നിൽക്കുന്നതാണ് നമ്മുടെ സ്തുതികൾ. ആ സ്തുതികളാണ് പ്രധാനം, സയൻസാണ് പ്രധാനം. അപ്പം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രൻ നമ്മളെ കൂടെയുണ്ട്. അതിനെ
പുതിയൊരു വസ്തുവായി മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ലോകത്തിൽ പല പല പുതിയ പ്രൊഡക്റ്റുകളെല്ലാം, റോക്കറ്റുകളായാലും പുതിയ മൊബൈലായാലും എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ പല രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിലെല്ലാം ഇന്ദ്രനാണ് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് അവയെ പുതിയ പ്രൊഡക്റ്റാക്കിയിട്ട് ദേവതകളാക്കിയിട്ട് മാറ്റുന്നത്. സ്തുതികളിലൂടെയാണ് നമ്മൾ അങ്ങയെ പ്രണമിക്കുന്നത്. അപ്പം നമ്മൾ ശാസ്ത്രത്തിൻ്റെ തത്വത്തെ നല്ല നല്ല ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനുള്ളൊരു നല്ലൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം എന്തായി തരും, അതിനെ ഔട്ട്പുട്ടാക്കിയിട്ട് തരും. ഇപ്പം നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിലെല്ലാം എന്താണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിന് പല കഴിവുകളുണ്ട്. അതൊരു നല്ലൊരു സിസ്റ്റമാണ്. അതിന് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന എന്താണ്? വലിയ ശാസ്ത്രമാണ്, വലിയൊരു പ്രോഗ്രാമാണ്, സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം നമ്മളാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ പ്രോഗ്രാമിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എന്ത് ചെയ്യും? അതിൻ്റെ അകത്തുനിന്ന് അതിനനുസരിച്ച് ചില പ്രോസസ്സിങ് എല്ലാം ചെയ്തിട്ട് ആ ചെയ്യുന്നതിനെ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. നമുക്ക് എന്ത് ചെയ്യാം? വെടിക്ക് കണക്ക് കൂട്ടാം, ചിലപ്പോൾ ടൈപ്പ് ചെയ്യാം, ചിലപ്പോൾ മെസ്സേജ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം, ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യുക, എല്ലാ സിസ്റ്റം ചെയ്തു തരും. അപ്പോൾ വലിയൊരു സ്തോത്രം, സ്തുതി അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സയൻസ് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. അങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹവും ഇന്ദ്രൻ സാധിപ്പിച്ച് തരും. ഇനി 251 അങ്ങയുടെ രസം, അതായത് ഇന്ദ്രനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഏത് തരത്തിലാണോ ശത്രുക്കളെ തോൽപ്പിച്ചിട്ട് അപ്പോൾ നമ്മുടെ തടസ്സങ്ങളെയെല്ലാം മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? ജയിച്ചിട്ട് ആ ശത്രുക്കളെ ജയിച്ചിട്ട് നമ്മളെ രക്ഷിക്കുന്നു, നമുക്ക് ഭക്ഷണം തരുന്നു, എല്ലാം തരുന്നതിനായ ഇന്ദ്രൻ ഏത് വിധത്തിലാണ് നീ അത് ചെയ്യുന്നത്? ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറുണ്ടാക്കി തരും ഇന്ദ്രൻ. രക്ഷ ചെയ്യുന്ന എന്താണ്? നമ്മൾ ആരെങ്കിലും നമ്മളെ അറ്റാക്ക്, വിദേശികളെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ബോംബെടുത്ത് ഇട്ടുകൊടുക്കും. ആ ബോംബിൻ്റെ അകത്ത് ഒരു രാസതത്വമുണ്ട്, ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോംബ് ഉണ്ടാക്കുന്നത്. അത് തീയും കൊടുത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇന്ദ്രൻ പ്രവർത്തിപ്പിച്ചിട്ട് ആ രാസപ്രവർത്തനം നടത്തിയിട്ടാണ് പൊട്ടിത്തെറിച്ചിട്ട് ശത്രുവിനെ മുഴുവൻ നശിപ്പിക്കുന്നത്. അവിടെയും ഒരു ഏകോപിപ്പിക്കുന്ന ശക്തി അവിടെ എല്ലായിടത്തിലും ഉണ്ട്. അപ്പം നമ്മളെ രക്ഷ ചെയ്യുന്നത്, വേഗത്തിൽ രക്ഷ ചെയ്യുന്നു, ഭക്ഷണം നൽകുന്നതുമായ രഥങ്ങൾ ഏത് വിധത്തിലാണോ സഞ്ചരിക്കുന്നത് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? മധുരമുള്ള സ്തുതിവചനങ്ങൾ അങ്ങേക്ക് വേണ്ടി ഉച്ചരിക്കുന്നു. അപ്പം അത് സാധിക്കട്ടിക്ക് നമ്മൾ എന്ത് വേണം? ആ ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പ്രവർത്തിപ്പിക്കണം. ശാസ്ത്രത്തിൻ്റെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പാചകക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രന് സാധനങ്ങൾ കൊടുക്കണം. ഇനി ബോംബ് ഉണ്ടാക്കണ്ടെങ്കിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോംബിനുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്താലേ ഇന്ദ്രന് തിരിയും പൊട്ടിച്ചിട്ട് ശത്രുക്കളെ ഇല്ലാതെയാക്കും. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ബോംബിന് പകരം എന്തുണ്ടാക്കാം? ന്യൂക്ലിയർ ബോംബ് പോലും ഉണ്ടാക്കാം. എത്രയോ ജനങ്ങളെ, ശത്രുക്കളെല്ലാം, രാജ്യം തന്നെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ ചിലപ്പോൾ ന്യൂക്ലിയർ ബോംബ് എടുത്തിടേണ്ടി വരും. അപ്പം അവിടെ വലിയ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ അതിനനുസരിച്ച് അവിടെ ചെയ്തുകൊള്ളും. അപ്പോൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് രക്ഷ തരും, നമുക്ക് വേണ്ടിക്ക് ഭക്ഷണം തരും, നമുക്ക് ധനം തരും. എന്ത് ചെയ്തു കൊടുത്താൽ മതി? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ സമീപിച്ചാൽ മതി. ഇനി 252 എൻ്റെ പറയാണ്, ദാഹം കൊണ്ട് വലിഞ്ഞ ഗൗരമൃഗം തടാകത്തിലേക്ക് എത്തുന്ന പോലെ, ദാഹം കൊണ്ട് മൃഗം തീയും തടാകം കാണുമ്പോൾ ചാടി പിടിച്ച് വെള്ളം കുടിക്കാൻ പോകുന്നത് പോലെ ഇന്ദ്ര അങ്ങേക്കായിട്ട് ഞാൻ സോമം വെച്ചിരിക്കുന്നു. ആര്? കണ്വ മഹർഷിയാണ് പറയുന്നത്. ഇതെല്ലാം എഴുതുന്ന ഋഷികളാണ് പറയുന്നത്. ഞാനിതാ നിനക്ക് സോമം വെച്ചിരിക്കുന്നു, ഇൻപുട്ട് വെച്ചിരിക്കുന്നു. നീ ചാടിപ്പിടിച്ച് വന്ന് സമാധാനത്തോടെ ഇത് കുടിക്കുക.
നമുക്ക് പശുവോട് പറയും, പശുവെ നീ വാ, ഞാൻ കാടി വെള്ളവും ഇതുവെല്ലാം വെച്ചിട്ടുണ്ട്, നീ വന്ന് കുടിക്കുക. നമ്മുടെ ഉദ്ദേശം എന്താണ്? പശു ഇതെല്ലാം വന്ന് കുടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ പാല് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും, ചാണകവും കിട്ടും. നമ്മളെ ഉദ്ദേശം അത് കിട്ടാൻ, ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ്. ആരാ കുടിക്കുന്ന? പശു കുടിക്കുന്നത്. പശു കുടിച്ചിട്ട് അതിൻ്റെ അകത്തത് ഇതിനെയെല്ലാം എന്താക്കി മാറ്റുന്നു? പാലാക്കി മാറ്റുന്നു, നമുക്ക് തരുന്നു. ചാണകമാക്കി മാറ്റുന്നു, നമുക്ക് തരുന്നു. അപ്പം ഇതൊരു പശു ഒരു സിസ്റ്റമാണ്. സിസ്റ്റത്തിൻ്റെ അകത്ത് കുറേ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ആ കർമ്മം നടക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അപ്പം യഥാർത്ഥത്തിൽ ഇന്ദ്രൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഇതിനെ കുടിക്കുന്നത്. അത്തരത്തിൽ പറയുകയാണ്, ഇന്ദ്ര ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാടി വെള്ളം ഇതെല്ലാം വന്നോ, നീ കുടിച്ചോ. പക്ഷെ എൻ്റെ മനസ്സിലിരിപ്പം എന്താണ്? എനിക്ക് പാലും ചാണകം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കിട്ടണം. അപ്പം ഈ ഒരു ശൈലിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പം പശുവിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ പുല്ലെങ്ങനെയാണ് പാലാതി ഇത്ര മഹത്തരമായ, അപ്പം അതിൻ്റെ അകത്ത് എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെ ആരാ ഏകോപിപ്പിക്കുന്നത്? പശുവിന് നമ്മൾ കൊണ്ട് കൊടുക്കണ്ടേ? കെട്ടിയിട്ട പശുവാണെന്ന് വെച്ചോ, നമ്മൾ പശുവിന് കാലും കാടിവെള്ളവും പുല്ലെല്ലാം കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഏകോപിപ്പിക്കുന്ന ആരാണ്? പശു പുല്ല് തിന്നാൽ പാല് കിട്ടുമെന്ന് പറയുന്നതെല്ലാം സയൻസ്. പശുവിന് പുല്ല് കൊടുത്താൽ പാല് കിട്ടും, അത് സയൻസാണ്. പക്ഷേ പശുവിന് പുല്ല് കൊടുക്കണ്ടേ? കെട്ടിയിട്ട പശുവാണെങ്കിൽ അല്ലേ, ഒരു മതിലിൻ്റെ അകത്തുള്ള പശുവാണ്, അവിടെ പുല്ലൊന്നും ഇല്ലാന്ന് വെച്ചാൽ. അപ്പം നമ്മൾ അയച്ചു കൊണ്ടുപോയിട്ട് കെട്ടേണ്ട വൃത്തിയില്ലേ? ഏകോപിപ്പിക്കാൻ ഒരു ആൾ വേണ്ടി. ഈ നിസ്സാര കാര്യത്തിന് ഏകോപിപ്പിക്കാൻ ഒരു മനുഷ്യൻ വേണമെങ്കിൽ പശുവിൻ്റെ വയറ്റിൻ്റെ അകത്ത് നടക്കുന്ന ഈ പുല്ലിനെ പാലാക്കി മാറ്റുന്ന രാസപ്രവർത്തനങ്ങൾ ഒരു സയൻസ് തന്നെയാണ്. അവിടെയും സയൻസ് തന്നെയാണ്. പക്ഷേ ആ സയൻസിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തികൾ ഓരോ ആക്ഷൻ്റെ പിന്നിലും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ചിട്ടാണ് അതിനെ പാലാക്കി മാറ്റുന്നത്. ആ ശക്തിയാണ് ഈ പുസ്തകത്തിലൂടെ എടുത്തെടുത്ത് പറയുന്നത്. ആ ശക്തി യഥാർത്ഥത്തിൽ ആധുനിക സയൻസിൽ നമ്മൾ സിസ്റ്റം എന്ന് പറയും. സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ സിസ്റ്റം എടുത്തിട്ട് ഔട്ട്പുട്ട് തരുന്നു. അതേപോലെ വേദങ്ങൾ നമ്മൾ കൊടുക്കുന്ന സോമത്തെ അല്ലെങ്കിൽ ഹവിസിനെ ഇന്ദ്രൻ എടുത്തിട്ട്, സിസ്റ്റം എന്ന് പറയുന്നതിന് പകരം ഇന്ദ്രൻ പൂജിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. പറയുന്ന രണ്ടും ഒരു കാര്യം തന്നെ.